ആർളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന ഇരിട്ടി ഉപജില്ലാ കലോത്സവത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ ഉത്സവത്തിന് വേദിയൊരുക്കാൻ പോവുകയാണ് നമ്മൾ. വർഷങ്ങളായി ഈ സ്കൂൾ സ്ഥാപിതമായിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള ഒരു വേദിയൊരുക്കൽ ആദ്യമായിട്ടാണ്. 100-ലേറെ സ്കൂളുകളിൽ നിന്നുള്ള പ്രാതിനിധ്യം വെച്ചുകൊണ്ട് ഒരു സംസ്ഥാന കലോത്സവത്തിൻ്റെ അതേ രീതിയിൽ തന്നെ അതിനേക്കാളും ഏറെ ഭംഗിയായി ജനപങ്കാളിത്തത്തോടുകൂടി നടത്തേണ്ടുന്ന ഒരു ഉത്സവമാണ് ഈ പറയുന്ന ഉപജില്ലാ കലോത്സവം. ആ കലോത്സവത്തിന് ആതിഥ്യമരുളുക എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളുടെ കലാമത്സരങ്ങൾ ഏറ്റവും അതിന് പ്രാമുഖ്യം കൊടുക്കുന്നതാണ് ഈ കലോത്സവം. വ്യത്യസ്ത സമയങ്ങളിൽ കലോത്സവങ്ങളിലെല്ലാം പങ്കെടുക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ആദ്യമായിട്ട് അങ്ങനെ ഒരു വേദി ഒരുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ പ്രിൻസിപ്പാളിൻ്റെ ആശങ്ക എന്ന് പറയുന്നത് തികച്ചും ശരിയായ ഒരു ആശങ്ക തന്നെയാണ്. കാരണം കലോത്സവങ്ങൾ നടക്കുമ്പോൾ പലപ്പോഴും പല പരാതികൾ നേരിടേണ്ടി വരാറുണ്ട്. ആ പരാതികളെല്ലാം എത്ര തന്നെ നമ്മൾ ഭംഗിയായി നടത്താൻ ശ്രമിച്ചാലും അല്പസ്വല്പം ഏതെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ എടുത്ത് പറയുക. അപ്പോൾ ഏതായാലും നമുക്കെല്ലാം ഒരു പ്രതീക്ഷയുണ്ട്. ആദ്യമായിട്ട് ഈ ഒരു സ്കൂളിൽ കലോത്സവം നടക്കുമ്പോൾ ഇവിടെ സ്വാഗതം പറയുമ്പോൾ തന്നെ പറഞ്ഞു, ആദ്യം ആ ഒരു ആശങ്കയുണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയ ഒരു ഉത്സവം എങ്ങനെയാണ് നേതൃത്വം നൽകി നമുക്ക് നടപ്പിലാക്കാൻ കഴിയുക എന്ന ഒരു ആശങ്ക ഇവിടെ പങ്കുവച്ചു. ആർളം പഞ്ചായത്ത് പ്രസിഡന്റ് V ശോഭ അധ്യക്ഷത വഹിച്ചു. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P ഇന്ദിര ലോഗോ പ്രകാശനം നിർവഹിച്ചു. ഇരട്ടി AEO ലിൻഡോ കുര്യൻ, ഇരട്ടി നഗരസഭാ ചെയർമാൻ V വിനോദ് കുമാർ, അയ്യങ്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിശ്വനാഥൻ, മുഴക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജാഫർ നെല്ലൂർ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ബോബി എണ്ണച്ചേരി, ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K വേലായുധൻ, ആർളം ഗ്രാമപഞ്ചായത്ത് അംഗം KP അജ്മൽ, സ്കൂൾ പ്രിൻസിപ്പൽ ബീന M കണ്ടത്തിൽ, ഫിനാൻസ് കൺവീനർ KK രാജേഷ്, M ഹംസ ഹാജി, മാത്യു ജോസഫ്, PP രാജലക്ഷ്മി, AV മാത്യു, ജാക്സൺ ജോസഫ്, തനൂജ്, ഷിനോജ്, രതീഷ്, മഹറൂഫ്, ഉസ്മാൻ, ശ്രീനാഥ്, N ജയാനന്ദൻ, ജമീല റഷീദ്, AV ബിന്ദു എന്നിവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ് ഇരട്ടി.